العالمين والعاقبة للمتقين أما بعد. പ്രിയങ്കരനായ അധ്യക്ഷൻ, ഇസ്ലാഹി കേരളത്തിൻ്റെ നേതൃനിരയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, വൈകിയ വേളയിൽ ഒരു വലിയ വർത്തമാനത്തിന് പ്രസക്തിയില്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ പ്രോജ്വലമായ 8ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആവേശം ഒട്ടും ചോർന്നു പോകാത്ത ആദ്യ ദിനത്തിലെ അവസാനത്തെ സെഷനിലാണ് നാം എല്ലാവരും ഉള്ളത്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അകക്കല്ല് തുറപ്പിക്കുമാറുള്ള ഒരു മഹാസമ്മേളനമായി ഇത് മാറാൻ കാരണം അത് തെരഞ്ഞെടുത്ത പ്രമേയം ഒന്നുകൊണ്ട് തന്നെയാണ്. ലോകം കുളിരോടുകൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന മതം, മാനവികത, നവോത്ഥാനം എന്ന ഈ പ്രമേയം ഇന്ത്യ മഹാരാജ്യത്ത് ഈ മഹിതമായ പ്രസ്ഥാനം ഉള്ളിടത്തോളം കാലം അലയടിക്കും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. മാനവികത എന്ന് പറയുന്ന ആ വിഷയത്തെ സംബന്ധിച്ച് അല്പം കാര്യം ഞാൻ പങ്കുവയ്ക്കുകയാണ്. മാനവികത എന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും, പ്രവാചക തിരുമേനിയുടെ ചതിയിൽ നിന്നും, ഇസ്ലാമിൻ്റെ സുന്ദരമായ ഉത്ബോധനങ്ങളിൽ നിന്നും പാഠം പഠിക്കേണ്ട സംഗതിയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധരംഗത്ത് പോലും മാനവികത മുറുകെ പിടിക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ മാനവികതയുടെ അകത്തളങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആശയത്തിൻ്റെ ധ്വനിയും പ്രാധാന്യവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാവുകയാണ് എങ്കിൽ നിങ്ങൾ പച്ചമരങ്ങൾ വെട്ടി നശിപ്പിച്ച് ഒന്നിനും കൊള്ളാത്ത രൂപത്തിലാക്കരുത്. വൃദ്ധരായ ആൾക്കാരെ ഉപദ്രവിക്കരുത്, കുട്ടികളെ പീഡിപ്പിക്കരുത്, മഠാധിപരെ, മഠങ്ങളിൽ വസിക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. സത്യമായിട്ടും നമ്മളൊന്ന് പുനർവിചിന്തനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാനും അവരോട് കരുണ കാണിക്കാനും മാനവികതയുടെ ഉന്നതമായ ആ സൽസരണി ഉയർത്തിപ്പിടിക്കാനുമാണ് പ്രവാചക തിരുമേനി യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെടുത്തി തൻ്റെ അനുയായികൾക്ക് ഇത്തരം നല്ലൊരു ഉത്ബോധനം നൽകിയത്. ഇതിനേക്കാൾ പവിത്രമായ ഒരു മാനവികതയുടെ സന്ദേശം വേറെയില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സദാചാരങ്ങളെയും, എല്ലാ നീതികളെയും വലിച്ചെറിയപ്പെടുന്ന ഒരു സന്ധ്യ അല്ലെങ്കിൽ ഒരു സാഹചര്യം, ഒരു പകൽ, ഒരു യുദ്ധം തന്നെയാണ്. ആ യുദ്ധത്തിൽ മാനവികതയും തഖ്വാബോധവും അതുപോലെ തന്നെ അവരിനോടുള്ള ബഹുമാനവും കാത്തു സൂക്ഷിക്കാൻ പറയുമ്പോൾ തന്നെ ആ മാനവികതയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമാവുകയാണ്. ജൂതനായ ഒരു മനുഷ്യന്റെ ശവമഞ്ചം അങ്ങാടിയിലൂടെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ, സ്നേഹത്തിന്റെ പ്രവാചകൻ, മമതയുടെ പ്രവാചകൻ, ആർദ്രതയുടെ ആയുധമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ആദരിച്ച സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, സ്വന്തം അനുയായികൾ ചോദിക്കുന്നു, താങ്കളെ വേദനിപ്പിക്കാറുള്ള, മുറിവേൽപ്പിക്കാറുള്ള, പരിഹസിക്കാറുള്ള, അപഹസിക്കാറുള്ള ഈ ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോയപ്പോൾ എന്തിനാണ് താങ്കൾ എഴുന്നേറ്റ് നിന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു പച്ചയായ മനുഷ്യന്റെ ശവമഞ്ചമല്ലേ കൊണ്ടുപോകുന്നത്, അത് ആദരിക്കാൻ പടച്ചതം ഖുർആൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് മാനവികതയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്താൻ ഒരു കാരണവശാലും സാധിക്കില്ല. നമുക്കറിയാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ അദ്ദേഹവുമായി ഒരു കച്ചവട കരാറിൽ, ഒരു സാമ്പത്തിക കരാറിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തെ തടഞ്ഞു വെച്ച സാഹചര്യത്തിൽ
ഹബീബായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തടങ്കലിൽ മണിക്കൂറുകളോളം വിശ്രമിക്കുന്ന സാഹചര്യത്തിൽ നമസ്കരിക്കും. അദ്ദേഹം തടങ്കലിൽ വെച്ചിരിക്കുന്ന ആ തടങ്കലിൽ കുറെ നേരം പിന്നെയും വന്നിരിക്കും. ഭക്ഷണം പോലും കഴിക്കാതെ മണിക്കൂറുകൾ തള്ളി നീക്കിയ സാഹചര്യത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞു വെച്ചത് കണ്ട തന്റെ അനുയായികൾ പ്രവാചകനെ കാണാതെ തന്നെ ആ ശത്രുവിന്റെ നേരെ കണ്ണിറുക്കുകയും കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുകയും നിന്നെ കാണിച്ചു തരാമടാ എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനാനി റബ്ബി അസ്സ വജല്ല അൻ അഅ്മില മഅഹുദൻ ഗൈറഹു. പടച്ച തമ്പുരാൻ ഞാൻ ഒരു മനുഷ്യനുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ കരാർ പൂർത്തീകരിക്കുന്നതുവരെ അവനുമായി യുദ്ധത്തിന് പോകാനോ അവനെ ആക്രമിക്കാനോ വേദനിപ്പിക്കാനോ പീഡിപ്പിക്കാനോ മതം അനുശാസിക്കുന്നില്ല എന്ന് പറഞ്ഞ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലമായ ആ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ രൂഢമൂലമായ തഖ്വയിൽ നിന്നുണ്ടായ സംഗതിയാണ്. നമുക്കറിയാം, തഖ്വ എന്ന് പറയുന്ന ഗുണം മാനവികതയുടെ ഉണർത്തുപാട്ടാണ്. തഖ്വ എന്ന് പറയുന്ന ഗുണം സൗഹാർദ്ദത്തിന്റെ ഉണർത്തുപാട്ടാണ്. തഖ്വ എന്ന് പറയുന്ന ഗുണം സ്നേഹത്തിന്റെയും മതത്തിന്റെ ആന്തരിക തത്വങ്ങളെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നതിന്റെയും മഹിതമായ തത്വവും അതുപോലെ തന്നെ മഹിതമായ പാരമ്പര്യത്തിന്റെ അതുല്യമായ ആദർശവുമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനുഷ്യന്മാരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദ കുല്ലുഹു ഫൈദാ ഫസദത് ഫസദൽ ജസദ കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. മനുഷ്യന്റെ ശരീരത്തിൽ ഇടത് ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന മൂവാണ്ടൻ മലയുടെ വലിപ്പത്തിലുള്ള ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം നന്നാവുകയാണ് എങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി. അതെല്ലാം നശിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ നശിക്കുകയാണ്. അലാ വഹിയൽ ഖൽബ്. അലാ എന്ന അറബി പ്രയോഗത്തിന്റെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ബുദ്ധിജീവികളായ പടുക്കളായ നിങ്ങളുടെ മുന്നിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഉറക്കത്തിൽ നിന്ന് പൊടുന്നവരെ വിളിച്ചുണർത്തുന്ന ആ മാസ്മരികമായ അലാ എന്ന പ്രയോഗം ഇല്ലേ, അലാ വഹിയൽ ഖൽബ്, അറിയുക അതാണ് ഹൃദയമെന്ന്. ആ ഹൃദയത്തെ നന്നാക്കുന്ന ഭാഷയിലാണ് പ്രവാചകന്റെ ഉത്ബോധനം. ഹൃദയം നന്നായാൽ മാനവികത നന്നാവുകയാണ്. അങ്ങനെ ആ മാനവികതയുടെ അതുല്യമായ സന്ദേശവാഹകരായി തീരാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആ സന്ദേശത്തെ വിളംബരം ചെയ്തുകൊണ്ടുള്ള ഈ പ്രഘോഷ പരമ്പര, ഈ മഹാസമ്മേളനം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു സ്നേഹ സംഗമമായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ആയതിനാൽ പരിമിതമായ സമയം തീർന്നിരിക്കുകയാണ്. അനുവദിച്ച 10 മിനിറ്റ് സമയം തീർന്നിരിക്കുന്നു. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മാനവികതയുടെ പൂർത്തീകരണത്തിന് നമ്മെ കൊണ്ടല്ലാതെ സാധ്യമല്ല, നവോത്ഥാന പ്രസ്ഥാനത്തെ കൊണ്ട് അല്ലാതെ സാധ്യമല്ല. മതവും മാനവികതയും നവോത്ഥാനവും ഒരു മനുഷ്യനെ സ്നേഹസമ്പന്നനായ വിശ്വാസിയാക്കി മാറ്റും. ആയതിനാൽ ആ വിശ്വാസത്തിന്റെ പാതയോരത്തോടുകൂടെ നടന്നു പോകാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഖുർആനിനെ പ്രമാണമാക്കണം. പ്രവാചക ചെറിയ നെഞ്ചകത്തോട് ചേർത്ത് വെക്കണം. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം നൽകിയതിനുള്ള കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രൗഢമായ വാക്കുകളിൽ നമ്മെ